ഗുഡ് നൈറ്റ് റിപ്പോർട്ടിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. കേരളത്തിൽ SIR നവംബർ 1 മുതൽ എന്ന റിപ്പോർട്ട്. തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം നടപ്പാക്കുന്നത് മാറ്റിവെക്കണമെന്ന ആവശ്യം കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അംഗീകരിച്ചില്ല. ആദിൽ പാലോട് നൽകും വിശദാംശങ്ങൾ. ആദിൽ, കേരളത്തിന്റെ ആവശ്യം അംഗീകരിച്ചില്ല, നവംബർ 1 മുതൽ എന്നുള്ള റിപ്പോർട്ടാണോ മനസ്സിലാക്കുന്നത്? എന്താണ് കിട്ടുന്ന വിവരങ്ങൾ? 2026 നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കേണ്ട കേരളം, തമിഴ്നാട്, പുതുച്ചേരി, അസം, ബംഗാൾ അടക്കമുള്ള 5 സംസ്ഥാനങ്ങളിൽ നവംബർ 1 മുതൽ നടപടികൾ ആരംഭിക്കും എന്ന സൂചനകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. നവംബർ ആദ്യവാരം നടപടികൾ തുടങ്ങുമെന്ന് കഴിഞ്ഞ ദിവസം ദില്ലിയിൽ ചേർന്ന ഉന്നതതല യോഗത്തിൽ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യക്തമാക്കിയിരുന്നു. ഈ 5 സംസ്ഥാനങ്ങളിലെയും മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർമാരെ പ്രത്യേകം കണ്ട് തയ്യാറെടുപ്പുകൾ പൂർത്തീകരിക്കാനുള്ള നിർദ്ദേശവും നൽകിയിരിക്കുന്നു. ഇതിൽ ഏറ്റവും പ്രധാനമായി ഇപ്പോൾ വരുന്ന വാർത്ത, ബംഗാളിൽ ഇത് സംബന്ധിച്ചുള്ള നടപടികൾ തുടങ്ങിയിരിക്കുന്നു. നവംബർ 1 മുതൽ അവിടെ SIRന്റെ നടപടികൾ തുടങ്ങാനുള്ള നിർദ്ദേശം വന്നിരിക്കുന്നു. കേരളത്തിലടക്കം നവംബർ 1 കാര്യങ്ങൾ എത്തും എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. നവംബർ 1 നടപടികൾ തുടങ്ങി ജനുവരി 2026 ജനുവരിക്കുള്ളിൽ വോട്ടർ പട്ടിക തീവ്ര പരിഷ്കരണം പൂർത്തിയാക്കി പുതിയ വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കാനാകും എന്നുള്ളതാണ് നിലവിലെ പ്രഖ്യാപനം. ഏതായാലും കേരളത്തിന്റെ ആവശ്യമുണ്ടായിരുന്നു. തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ കൂടി പശ്ചാത്തലത്തിൽ ഈ തെരഞ്ഞെടുപ്പ് നടപടികൾക്കിടയിൽ വോട്ടർ പട്ടിക പരിഷ്കരണം പ്രയാസമാണെന്നും അതുകൊണ്ട് തൽക്കാലത്തേക്ക് SIR നീട്ടിവെക്കണമെന്ന ആവശ്യം കേരളത്തിന്റെ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ രത്തൻ ഖേൽക്കർ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന് കത്തായി നൽകിയിരുന്നു. പിന്നീട് ദില്ലിയിലെത്തിയപ്പോൾ നേരിട്ട് ഇക്കാര്യം ആവശ്യപ്പെടുകയും ചെയ്തു. ആവശ്യം തള്ളി എന്നുള്ളതാണ് നിലവിൽ ലഭിക്കുന്ന സൂചന. ഏതായാലും ഇത് സംബന്ധിച്ചുള്ള ഔദ്യോഗിക പ്രഖ്യാപനം 2 ദിവസത്തിനുള്ളിൽ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തന്നെ വാർത്താ സമ്മേളനം വിളിച്ച് ഇക്കാര്യം പ്രഖ്യാപിക്കുമെന്ന് സംസ്ഥാന തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർ അറിയിക്കുകയും ചെയ്തു. ഏതായാലും നിലവിലെ ലഭ്യമാകുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച്, വിവരമനുസരിച്ച് അടുത്ത മാസം 1-ാം തീയതി നവംബർ 1 തന്നെ SIRന്റെ നടപടിക്രമങ്ങൾ ആരംഭിക്കും. ഇത് സംബന്ധിച്ചുള്ള അപേക്ഷാ ഫോമുകൾ വോട്ടർമാർക്ക് വിതരണം ചെയ്യും. നടപടികൾ മുഴുവൻ 2 മാസത്തിനുള്ളിൽ പൂർത്തീകരിക്കാനാണ് നിലവിൽ നിർദ്ദേശമുള്ളത്. ശ്രുതി, കേരളത്തിൽ SIR നവംബർ 1 മുതൽ എന്നുള്ള റിപ്പോർട്ടാണ് വരുന്നത്. തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം നടപ്പാക്കുന്നത് മാറ്റിവെക്കണമെന്ന് കേരളം ആവശ്യപ്പെട്ടിരുന്നു. കേരളത്തിന്റെ ആവശ്യം കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അംഗീകരിച്ചില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. ആദിൽ പാലോടാണ് വിവരങ്ങൾ നൽകിയത്.